വളരെ എളുപ്പത്തിൽ ഇന്നൊരു പയറ് തോരനാണ് വെക്കുന്നത്. പയറ് വെള്ളത്തിലിട്ട് കുതിർക്കാനൊക്കെ മറന്നുപോയി, എങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ കുക്കറിൽ നമുക്കിതുപോലെ വേവിച്ചെടുക്കാം. നമ്മൾ വെള്ളത്തിലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കറക്റ്റായിട്ട് തോരനുള്ള വേവിന് കുക്കറിൽ വേവിച്ചെടുക്കാൻ പറ്റും. ഞാനിവിടെ പയറൊക്കെ ഒന്ന് കഴുകിയെടുത്ത് കുക്കറിലൊന്ന് വേവിക്കുന്നുണ്ട്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുപോലെ ഇത് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കാതിരുന്നാൽ മതി. നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതുപോലെ തന്നെ കറക്റ്റ് വിസിലടിച്ചാൽ നമുക്ക് തോരൻ്റെ പരുവത്തിൽ ഇത് വെന്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൂട്ടി ഒഴിച്ചാലും പിന്നെ വേവ് കൂടി പോയാലും പിന്നെ അത് കറിക്കേ കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ തോരൻ വെക്കാനാണെങ്കിൽ അത് കറക്റ്റായിട്ട് വേവിച്ചെടുക്കണം. ഇവിടെ ഞാൻ പയറൊന്ന് നേർന്ന് കിടക്കാൻ വേണ്ടി മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ മഞ്ഞളിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ ഒന്ന് 5-6 വിസിലടിച്ചതിന് ശേഷമാണ് ഇതുപോലെ ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ വെന്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു 4-5 വിസിലടിച്ചു. അതിന് ശേഷമാണ് വെന്തത്. ഇനി അതിലേക്കുള്ള മസാല, നമ്മളുടെ തോരൻ്റെ മസാല, തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, മഞ്ഞൾ ചേർക്കാഞ്ഞത് കൊണ്ട് ഇപ്പം മഞ്ഞൾ ചേർക്കുക. ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് തോരൻ വെക്കണം. ഇങ്ങനെ പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പം കടുകിട്ട് പൊട്ടിച്ച് ഉള്ളി, കറിവേപ്പില, പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് വിട്ട് നമുക്ക് നമ്മളിതൊക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. ഇനിയും ഇതുപോലെ ചെറിയ വീഡിയോയും ഞങ്ങളുടെ ഇവിടുത്തെ MPയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ തീർച്ചയായിട്ടും കാണണം. ഇതുപോലെ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇനി നമുക്ക് വേവിച്ച് വെച്ച പയർ ചേർത്ത് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ്. നമ്മൾ ചില സമയത്ത് തോരനൊക്കെ വെക്കാൻ നോക്കുമ്പം ഫ്രിഡ്ജിനകത്തൊന്നും കാണത്തില്ല. അപ്പോൾ ഇതുപോലെ പയറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാകും. നമ്മൾ ചിന്തിക്കും ഇത് കുതിർത്തില്ലല്ലോ, അതുകൊണ്ട് ഇനി വെക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നുമല്ല, നമുക്ക് കുക്കറിൽ വേവിച്ചാൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അതുപോലെ ഞാൻ ചതച്ച് വെച്ച മസാല പൊടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി ഇനി ഇത് ആവിയിൽ നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ റെഡിയാകും. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ചെറിയ ആവിയൊന്ന് കയറ്റിയാൽ മതി. ഓൾറെഡി വെന്തതായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ ചെറിയ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.